ദേശീയ തലത്തിൽ മറ്റൊരു വാർത്ത സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഫാലിയസ് നരിമാൻ അന്തരിച്ചു എന്നുള്ളതാണ്. 95 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. വിവരങ്ങളുമായി അശ്വിനി എസ് ആണ് നാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നത്. അശ്വിനി, ഫാലിയസ് നരിമാൻ പ്രത്യേകിച്ച് ഭരണഘടനാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ വാദിക്കുന്നതിൽ ഒപ്പം മറ്റ് അഭിഭാഷകർക്ക് വിവിധ സംസ്ഥാനങ്ങൾക്കടക്കം നിയമോപദേശം നൽകുന്നതിലൊക്കെ അഗ്രഗണ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിഷയപരിജ്ഞാനം തന്നെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട വാദങ്ങളിൽ ആയിരുന്നു. എപ്പോഴായിരുന്നു അന്ത്യം? എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ നിയമരംഗത്തെ അതികായൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഫാലിയസ് നരിമാൻ അന്തരിച്ചു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹത്തെ ഡൽഹിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് പുലർച്ചെ 1:30 അന്ത്യമുണ്ടായതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇദ്ദേഹത്തിന്റെ മകനാണ് സുപ്രീംകോടതി മുൻ ജഡ്ജിയായിരുന്ന രോഹിംഗ്ടൺ നരിമാൻ. ഫാലിയസ് നരിമാൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കേരളത്തിനടക്കം വളരെ സുപരിചിതനായ ഒരു വ്യക്തിയാണ്. കാരണം കേരളത്തിന്റെ പ്രത്യേകിച്ച് പിണറായി സർക്കാരിന്റെ പല കേസുകളിലും നിയമോപദേശം അടക്കം നൽകിയിട്ടുള്ള വ്യക്തിയാണ്. അതിൽ എടുത്തു പറയേണ്ടത് വായ്പാ പരിധി വെട്ടിക്കുറച്ചതടക്കം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന് കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെ നിയമ പോരാട്ടം, അതായത് സുപ്രീം കോടതിയിലേക്ക് അടക്കം പോരാട്ടം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമോപദേശം നൽകിയത് ഫാലിയസ് നരിമാനായിരുന്നു. അതുപോലെ തന്നെ കിഫ്ബി, മസാല ബോണ്ട് കേസുകളിലും സർക്കാരിന് നിയമോപദേശം നൽകിയിരുന്നു. ലോകായുക്ത സർവകലാശാല നിയമ ഭേദഗതിയിലും ഫാലിയസ് നരിമാൻ കേരള സർക്കാരിന് ഇത്തരത്തിൽ നിയമോപദേശം നൽകിയിട്ടുണ്ട്. ഫാലിയസ് നരിമാന്റെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ 1950 അദ്ദേഹം ബോംബെയിൽ നിന്ന് നിയമബിരുദം നേടുന്നത്. തുടർന്ന് ബോംബെ ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്യുന്നു. തുടർന്ന് 1960 അദ്ദേഹം സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായി വരുന്നത്. നിയമരംഗത്ത് അദ്ദേഹം നൽകിയ സേവനങ്ങൾ പരിഗണിച്ച് അദ്ദേഹത്തിന് പത്മഭൂഷൺ അതുപോലെ തന്നെ പത്മവിഭൂഷണം അടക്കമുള്ള പുരസ്കാരങ്ങൾ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. 1999 മുതൽ 2005 വരെ അദ്ദേഹം രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗമായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ അഡീഷണൽ സോളിസിറ്റർ ജനറലായും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ തുടർന്നിട്ടാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ സ്ഥാനം അദ്ദേഹം രാജിവെക്കുന്നൊരു കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. ജമ്മു കാശ്മീരിലെ പ്രത്യേക പദവി എടുത്ത് കളയുന്നതിൽ കേന്ദ്ര സർക്കാർ തീരുമാനത്തിന് അനുകൂലമായിട്ടുള്ള സുപ്രീം കോടതി വിധിക്കെതിരെയും ഒക്കെ അദ്ദേഹം രംഗത്ത് വരുന്നൊരു കാഴ്ചയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കേസ് ഭോപ്പാൽ വാതക ദുരന്തത്തിൽ അതിൽ യൂണിയൻ കാർബൈഡിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം കോടതിയിൽ ഹാജരായത്. എന്നാൽ പിന്നീട്, അതായത് അടുത്ത കാലത്ത് അദ്ദേഹം ആ തീരുമാനം തെറ്റായി പോയിരുന്നു എന്നടക്കമുള്ള ഒരു പരാമർശങ്ങളുമൊക്കെ നടത്തുകയുണ്ടായി. അഭിലാഷ്, തീർച്ചയായും ഭരണഘടനാ വിഷയങ്ങളിലെ അഗ്രഗണ്യൻ ആയിരുന്നു. നേരത്തെ അശ്വിനി സൂചിപ്പിച്ചതുപോലെ ഈ വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ, തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അടക്കം അതിന് രാജ്യത്തെ പരമോന്നത കോടതിക്ക് എത്രത്തോളം ഇടപെടാൻ സാധിക്കും, അവിടെ നിയമപരമായി മുന്നോട്ട് പോയാൽ വിജയസാധ്യത എത്രയാണ്, അത്തരം കാര്യങ്ങളിൽ വിശദമായ നിയമോപദേശം നൽകാൻ ഫാലിയസ് നരിമാന് സാധിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭോപ്പാൽ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ യൂണിയൻ കാർബൈഡ് കമ്പനിക്ക് വേണ്ടി ഹാജരായി എന്നുള്ളതാണ്. അത് തെറ്റായ തീരുമാനമായിരുന്നുവെന്ന് അദ്ദേഹം ഏറ്റവും ഒടുവിൽ സമ്മതിച്ച സാഹചര്യം കൂടിയുണ്ട്. കൂടുതൽ സംസ്ഥാനത്ത് നിന്നുള്ള വാർത്തകൾ